പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ, ചലച്ചിത്ര ആസ്വാദകരെ, നമസ്കാരം. നമ്മുടെ മലയാള സിനിമ പുതിയ കാഴ്ചകളും കഥപറച്ചിൽ രീതികളുമായി വീണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ അടുത്ത് റിലീസ് ചെയ്ത ചില പ്രധാന ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ അവലോകനമാണ് നമ്മളിവിടെ നടത്തുന്നത്. തിയേറ്ററുകളിൽ കാഴ്ചയുടെ വിസ്മയം തീർത്തവയും OTT പ്ലാറ്റ്ഫോമുകളിൽ ആഴത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചവയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലാദ്യത്തത് ഡയസ് ഇറേ എന്ന ഒരു പടമാണ്. മലയാളത്തിലെ ഹൊറർ സിനിമയുടെ പുതിയ ഭാവം. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിലൂടെ മലയാള ഹൊറർ സിനിമയ്ക്ക് നൽകിയ പുതിയ മാനങ്ങൾ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഡയസ് ഇറ മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ത്രില്ലറുകളിൽ ഒന്നായിട്ടാണ് നിരൂപകരൊക്കെ വിലയിരുത്തുന്നത്. പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച റോഹൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിസമ്പന്നമായ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന റോഹൻ തൻ്റെ വീട്ടിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് തിരിച്ചറിയുന്നതും അതിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയുമാണ് ഇതിവൃത്തം. ചിത്രം മുന്നോട്ട് പോകുമ്പോൾ ഭയത്തിൻ്റെ കാരണം ബാഹ്യമല്ല, മറിച്ച് റോഹൻ്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുകയാണ്. സിനിമയുടെ സാങ്കേതിക മികവാണ് പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ക്രിസ്റ്റോ സേവ്യറിൻ്റെ പശ്ചാത്തല സംഗീതവും ഷെഹനാദ് ജലാലിൻ്റെ ഛായാഗ്രഹണവും സിനിമയ്ക്ക് ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം തന്നെ നൽകുന്നുണ്ട്. വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും ആ ഒരു സമ്മിശ്രമായ കാഴ്ച, അതിൻ്റെ ശബ്ദവിന്യാസത്തിലൂടെയും ഒക്കെ സംവിധായകർ പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഒരു ബംഗ്ലാവിൻ്റെ ഭീതിതമായ നിശബ്ദത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സാങ്കേതിക വിഭാഗം വിജയിച്ചിരിക്കുന്നു. തൻ്റെ കഥാപാത്രത്തിൻ്റെ ഭയവും നിസ്സഹായതയും പ്രണവ് മോഹൻലാൽ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ ഭാരം മുഴുവൻ തോളിലേറ്റിയ അദ്ദേഹം ഒരു ഹൊറർ സിനിമയിലെ നായകന് വേണ്ടുന്ന മാനസിക സംഘർഷം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ജമ്പ് സ്ക്വയറുകൾ ഇല്ലാതെ തന്നെ കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് ഭയം കടത്തിവിട്ട് അന്തരീക്ഷത്തിലൂടെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷ ഹൊറർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് ഹൊററാണ് ഈ ചിത്രം. ആദ്യ പകുതിയിലെ വേഗത കുറവാണ് എങ്കിലും രണ്ടാം പകുതിയിലെ ചുരുളഴിയുന്ന നിമിഷങ്ങളും സിനിമയുടെ ക്ലൈമാക്സിലെ ശക്തമായ ട്വിസ്റ്റും ഈ ചിത്രത്തെ ഗംഭീരമാക്കുന്നു. തിയേറ്റർ അനുഭവം നിർബന്ധമായും ആവശ്യപ്പെടുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ ചിത്രം കാണുക. നല്ലൊരു അനുഭവമായിരിക്കും ഡയസ് ഇറ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രം. അടുത്തൊരു പടം ഇത്തിരി നേരമാണ്. നഷ്ടപ്രണയത്തിൻ്റെ ആഴമാണ് ഈ സിനിമ കാണിക്കുന്നത്. തിയേറ്ററുകളിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ചിത്രമാണിത്. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഇത്തിരി നേരം റോഷൻ മാത്യുവും സരിൻ ഷിഹാബുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ അനീഷ് റോഷൻ മാത്യു കൈകാര്യം ചെയ്യുന്ന വേഷമാണിത്. 7 വർഷങ്ങൾക്ക് ശേഷം അവിചാരിതമായി തൻ്റെ മുൻ കാമുകി അഞ്ജനയെ സരിൻ ഷിഹാബാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. അവരെ കണ്ടുമുട്ടുന്നതും ഒരു രാത്രിയിലെ അവരുടെ സംഭാഷണങ്ങളുമാണ് സിനിമ. സമയം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും അവർക്കിടയിലെ വിങ്ങുന്ന ഓർമ്മകളും പറയാതെ പോയ വാക്കുകളും ആ കൂടിക്കാഴ്ചയുടെ കാതലായിട്ട് മാറുകയാണ്. ഈ സിനിമയുടെ ശക്തി അതിൻ്റെ സംഭാഷണങ്ങളിലാണ്. വിശാഖ് ശക്തിയുടെ തിരക്കഥയിൽ പഴകിയ പ്രണയത്തിൻ്റെ വേദനയും ജീവിതത്തിലെ വിട്ടുവീഴ്ചകളും പറയാതെ പോയ വാക്കുകളും വളരെ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സംഭാഷണങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ നോക്കി സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നിപ്പിക്കും. റോഷൻ മാത്യുവിൻ്റെ അസ്വസ്ഥതയും കുറ്റബോധവും നിറഞ്ഞ അനീഷും സരിൻ ഷിഹാബിൻ്റെ ധൈര്യശാലിയായ എന്നാൽ ദുർബലയായ അഞ്ജനയും തമ്മിലുള്ള കെമിസ്ട്രി മികച്ചതായിരുന്നു. അനീഷിൻ്റെ ഓരോ നോട്ടത്തിലും നഷ്ടബോധം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. സി പ്രേംകുമാറിൻ്റെ 96 പോലുള്ള ചിത്രങ്ങളുമായി ഇതിന് സാമ്യമുണ്ടെങ്കിലും ഇത്തിരി നേരം അതിലെ കഥാപാത്രങ്ങളെ സമൂഹം ആവശ്യപ്പെടുന്ന ക്ലോഷറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. വൈകാരിക നിമിഷങ്ങൾക്കൊപ്പം നടൻ നന്ദുവും ആനന്ദ് മന്മഥനും ചേർന്നുള്ള കോമഡി ട്രാക്ക് സിനിമയെ ലൈറ്റാക്കുന്നുണ്ട്. എന്നാൽ ചില നിരൂപകർക്ക് രണ്ടാം പകുതിയിലെ ഈ ടോണൽ ഷിഫ്റ്റ് അല്പം അലോസരമുണ്ടാക്കി. എങ്കിലും ഒരു പഴയ പ്രണയം നൽകുന്ന വേദനയുടെയും ഓർമ്മയുടെയും സത്യസന്ധമായ ചിത്രീകരണമാണ് ഈ സിനിമ.
മറ്റ് ശ്രദ്ധേയമായ റിലീസുകൾ നമുക്ക് നോക്കാം. ഈ ചിത്രങ്ങൾക്കൊപ്പം ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധ നേടിയ മറ്റ് 2 സിനിമകളെക്കുറിച്ച് കൂടി നമുക്ക് പരിശോധിക്കാം. ദ മിത്ത് ഓഫ് റിയാലിറ്റിയാണ് അതിലൊന്ന്. റിമ കല്ലിങ്കൽ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം, ലൈംഗികത, യാഥാർത്ഥ്യം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശക്തമായ സാമൂഹിക ചിത്രമാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. സജിൻ ബാബുവിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ ചിത്രം ചലച്ചിത്രോത്സവങ്ങളിലും നിരൂപകർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി. ആശയങ്ങളുടെ ആഴം, ശക്തമായ സ്ത്രീപക്ഷ നിലപാടുകൾ എന്നിവ ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നുണ്ട്. ഇതൊരു സാധാരണ കാഴ്ചാനുഭവത്തിന് അപ്പുറം ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒന്നാണ്. അടുത്തൊരു പടം ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ്. ഈ ഫാൻറ്റസി ആക്ഷൻ ചിത്രം മലയാള സിനിമയിലെ പുതിയ സാങ്കേതിക പരീക്ഷണങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. പുരാണ കഥാപാത്രങ്ങളെ ആധുനിക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രം പുതിയൊരു സൂപ്പർ ഹീറോ മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വിഷ്വൽ എഫക്ട്സിലെ ചില പോരായ്മകൾ മാറ്റി നിർത്തിയാൽ മലയാള സിനിമയുടെ അതിരുകൾ വികസിപ്പിക്കാനുള്ള ഒരു ധൈര്യമുള്ള ശ്രമമായിട്ട് ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് തിയേറ്ററും OTTയും പരസ്പരം മത്സരിക്കുന്നതിന് പകരം മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഡേസ് ഇറ പോലുള്ള സിനിമകൾ സാങ്കേതിക മികവ് കൊണ്ട് തിയേറ്ററിൻ്റെ മാജിക് നിലനിർത്തുന്നു. അതേസമയം ഇത്തിരി നേരം പോലുള്ള ചിത്രങ്ങൾ ലളിതമായ കഥകൾക്ക് പോലും സംഭാഷണങ്ങളുടെ ശക്തി കൊണ്ട് മികച്ച പ്രേക്ഷകരെ കണ്ടെത്തുകയാണ്. മലയാള സിനിമയുടെ ഈ ഒരു കുതിച്ചുചാട്ടം കൂടുതൽ മികച്ച സിനിമകൾക്കായി കാത്തിരിക്കാനായിട്ട് നമുക്ക് പ്രചോദനമാകുന്നു. പുതിയ കാഴ്ചപ്പാടുകളും കഥകളും അവതരിപ്പിച്ച ഈ കലാകാരന്മാരെല്ലാം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നമുക്കും വളരെ സന്തോഷിക്കാം. കാരണം ഇതേപോലുള്ള സിനിമകൾ വരട്ടെ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.